അപ്പോൾ എന്നൊരു ഞങ്ങൾ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോവുകയാണ്. അങ്ങനെ പോയി ബസ് സ്റ്റോപ്പിലെത്തി. പുറത്ത് വെച്ചാൽ പൊരിയും വെയിലത്താണ് പോയത്. അതാണ് ഏറ്റവും ഉണ്ടായ പണി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സൊക്കെ കിട്ടി പോയി എംപ്ലോയ്മെൻറ്റ് ഓഫീസിലാണ് പോണത്. എനിക്ക് +2 ഇതൊക്കെ ആഡ് ചെയ്യാനും അമ്മേൻ്റെ സീനിയോറിറ്റി പുതുക്കാനൊക്കെ വേണ്ടി പോയി. അമ്മേൻ്റെ ചെയ്യാനാണ് കാര്യമായിട്ട് പോയത്. പക്ഷെ അമ്മേൻ്റെതാണെങ്കിൽ നടന്നതുമില്ല, എൻ്റെതാണെങ്കിൽ ചെയ്യാനും പറ്റി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. കാരണം മറ്റേ ഇലക്ഷൻ വർക്കായിട്ട് സാറുമാരെ ഉണ്ടായിരുന്നില്ല, ആകെ 2 ആൾക്കാരുണ്ടായിരുന്നു. അവർ ചെയ്തു തന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ബസ് കയറി പോയാലോ വിചാരിച്ചു. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് വേണ്ടിയിട്ട് തിരിച്ച് വരേണ്ടി വരും. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കെന്നാൽ തിരൂർ തന്നെ തെണ്ടി തിരിഞ്ഞ് നടക്കാം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നടക്കാറുണ്ട്. അങ്ങനെ ആദ്യം ഞങ്ങൾ സ്റ്റുഡിയോ പോയി. ഫോട്ടോ എടുക്കാൻ ഞങ്ങളുടെ ഫേവറേറ്റ് സ്റ്റുഡിയോ ആട്ടോ അത്. എന്തിനും ഞങ്ങൾ അവിടേക്കേ പോലുള്ളൂ. പിന്നെ അവിടുന്ന് അമ്മേൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഒരു ബേക്കറി പോയിട്ട് ചെറുതായിട്ട് ഒരു ചായ, ഒരു ഫ്രൂട്ട് സലാഡ്, ഒരു ബനാന പപ്സ്, പിന്നെ ഒരു ചിക്കൻ പപ്സ് വാങ്ങിയിട്ട് ഞങ്ങൾ എന്നോട് ഷെയർ ഇട്ട് കഴിച്ചു. പിന്നെ കുറച്ച് നേരം കഴിച്ച് ക്ഷീണം തീർക്കാൻ ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നു. നമ്മൾ തിരൂർ ബസ് സ്റ്റാൻഡാട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ബുക്ക് വാങ്ങണമായിരുന്നു. ഖദീജ കുറേ ആയി വായിക്കണം വിചാരിക്കുന്നത്. അങ്ങനെ അത് വാങ്ങി. പിന്നെ മാർക്കറ്റിൽ പോയിട്ട് 1, 2, 3 ഫ്രൂട്ട്സ് വാങ്ങി. ഞങ്ങൾ ഫ്രൂട്ട്സ് ഞങ്ങൾ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ നല്ല വെറൈറ്റി ചെടി, ഇങ്ങനെ അതിന്ന് ആ ഒരു ചെറിയ ചെടി ഏതാ നിലത്തിരിക്കണം അത് വാങ്ങി 30 രൂപ. പിന്നെ അമ്മയ്ക്ക് നൊങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊടുത്ത്. പക്ഷെ എനിക്ക് ഈ നൊങ്ക് ഇഷ്ടമല്ല. നൊങ്ക് വാങ്ങുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വെട്ടി തിരഞ്ഞെടുത്തുനിന്ന് വാങ്ങണം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിലത്ത് നടന്നതുകൊണ്ട് ക്ഷീണം. അപ്പോൾ കുറച്ച് നേരം തണലത്ത് കയറി നിന്നതിന് ശേഷം പിന്നെ അമ്മേനെ ബസ് കയറ്റിവിട്ടിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ക്ലാസ്സിനും പോയി. അമ്മ നേരെ വീട്ടിലേക്കും പോയി. സ്റ്റാൻഡ് അടുത്ത് തന്നെയായിട്ട് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.